ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം കയ്യിൽ നിന്ന് പോയത് പരിശോധന നടത്താൻ അങ്ങ് കേരള ഹൗസിൽ ഫ്ലൈറ്റും പിടിച്ചു പോയിരിക്കുകയാണല്ലോ. എന്നാൽ ഇങ്ങ് തലസ്ഥാനത്ത് ഒരു ബസ് തടഞ്ഞിട്ട കഥ കൂടി ജനങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം. റോഡിൽ കൂടി പോയ ബസ് തടഞ്ഞ് മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രൻ ഒരു ഷോ നടു റോഡിൽ അങ്ങ് നടത്തി. കാര്യം എന്താണെന്ന് അറിയാതെ ഡ്രൈവർ യദുവും ജനങ്ങളും വണ്ടിക്കുള്ളിൽ. അവൻ എന്നെ മനസ്സിലായില്ല പോലും എന്നും പറഞ്ഞ് പോരുവിളി. ഒടുവിൽ കൊണ്ടുചെന്ന് എത്തിച്ചത് ഡ്രൈവർ യദുവിനെ ജോലിയിൽ നിന്നും പുറത്താക്കും വരെ. അവിടെയും ഇറങ്ങി അന്തം കമ്മി സൈബർ പോരാളികൾ. കേട്ടാൽ അറയ്ക്കുന്ന തെറികളും അധിക്ഷേപങ്ങളും. ബസ്സിൽ യാത്ര ചെയ്ത യാത്രക്കാർ ഉൾപ്പെടെ പറഞ്ഞിട്ടും യദുവിന് നീതി ലഭിച്ചില്ല. അങ്ങനെ മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രന്റെ സംഭാവന കാരണം അടുത്ത ഇലക്ഷനിൽ BJP നഗരസഭ കൊണ്ടുപോയി. അപ്പോഴെങ്കിലും പാർട്ടി സെക്രട്ടറിയോ കൺവീനറോ ഒന്ന് ശ്രദ്ധിച്ചുവെങ്കിൽ ഇവിടത്തെ നിയമസഭയിലെ പരാജയം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. അവിടെയെന്നും തമ്പുരാനും സംഘവും ഒന്നും ശ്രദ്ധിച്ചില്ല. ഇടതുപക്ഷ കോട്ട തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചു. പക്ഷേ വോട്ട് കുത്തുന്ന ജനങ്ങൾ മണ്ടന്മാരല്ല. ശക്തി കേന്ദ്രം തന്നെ അങ്ങ് പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു. പിണറായി 3.0 കാത്തിരുന്ന പാർട്ടി നേതാക്കൾ ഇപ്പോൾ പരാജയം പഠിക്കാൻ നടക്കുന്നു. എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് പഠിക്കുമെന്ന്. പഠിച്ചിട്ട് ഇനി പരീക്ഷ എഴുതാൻ 5 കൊല്ലം കാത്തിരിക്കണമെന്ന് മാത്രം. അങ്ങ് കേരള ഹൗസിൽ പോയി കൂട്ടുചർച്ച നടത്തുന്നതിന്റെ അത്രയും ബുദ്ധിമുട്ട് വേണ്ടായിരുന്നു സ്വയം ഒന്ന് ചിന്തിക്കാൻ.